ഇട്ട് ബോംബിടുകയാണ്, ബോംബ് വർഷിക്കാൻ. അല്ലപ്പോ ഇന്ന് ഇറാനിൽ നടക്കുന്നത്. നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഓടും. ഇന്ന് ഇവരുടെ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക കേന്ദ്രം, ആണവ ആയുധ നിലയങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ഹോസ്പിറ്റലുകൾ, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട്. കാരണം അതിനവരുടെ കയ്യിൽ സംവിധാനമുണ്ട്, ഇസ്രായേലിന്റെ കയ്യിൽ സംവിധാനമുണ്ട്. കാരണം മൊസാദ് ഇറാനിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചാരസംഘടനയാണ്. ഇറാനിന്റെ ഉള്ളിൽ ഇസ്രായേലിന്റെ അമേരിക്കയുടെ ചാരസംഘടനയാണ്. അവരെല്ലാ വിവരവും കൊടുക്കും. കൃത്യമായ ആയത്തുള്ള ഖുമൈനി, അയാളുടെ പിൻഗാമിയായ കാംനൈ, അയാൾ എവിടെയുള്ളത് എന്ന് കൃത്യമായി പറയാൻ അവർക്ക് കഴിയും. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊല ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനവര് മുതിരുന്നില്ല? ഇപ്പോൾ തന്നെ ശാസ്ത്രജ്ഞന്മാരെയും വേണ്ടപ്പെട്ടവരെയും കൊന്നപ്പോൾ ഇറാൻ കലിയടങ്ങാതെ അതിശക്തമായ പ്രതിരോധത്തിന്റെ വലയം സൃഷ്ടിച്ചു. തീ തുപ്പുന്ന വിധത്തിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ മണിക്കൂറുകളിൽ കിലോമീറ്ററുകളോളം പറന്നെത്തിയിട്ട് അതിശക്തമായ വൻ നാശമുണ്ടാക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ അയം ഡോമിനെ പോലും തകർത്തെറിഞ്ഞു കളഞ്ഞു. നോക്കുകുത്തിയാണ് അയം ഡോം. ഞങ്ങൾക്ക് അയം ഡോം ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒളിച്ചു നിൽക്കാൻ സുരക്ഷിതമായ താവളമുണ്ട്. അപ്പൊ ആ താവളം കിട്ടാത്തതിന്റെ പേര് പരസ്പരം തമ്മിലടിക്കുകയാണ്. ഇന്ത്യക്കാരെ ആട്ടി പുറത്താക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരായ ആളുകളോട് ഇവിടെ ബങ്കറിൽ കഴിയാൻ, കാരണം അവിടെ എല്ലായിടത്തും നിറഞ്ഞുപോയി, ആളുകൾ വന്ന് ബങ്കർ നിറഞ്ഞു. അപ്പൊ ഇന്ത്യക്കാര് മറ്റു രാജ്യക്കാരെ അവർ പുറത്താക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ നമ്മളതാ കാണുന്നു. അപ്പൊ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് തട്ടിവിടുന്നവർ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയി ചൊറിഞ്ഞതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ക്രൂരന്മാർ, ആരാണ് തെറ്റുകാർ, ആരാണ് മനുഷ്യാവകാശ ലംഘനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരെയാണ് യുദ്ധ തടവുകാരായി പിടിക്കേണ്ടത്? നമ്പർ 1 എണ്ണിക്കോ, നെതന്യാഹു. പിന്നെ അമേരിക്കയുടെ ട്രംപ്, ഇവരൊക്കെയാണ് പിന്നെ പിടിക്കേണ്ടത്. കാരണം അവരാണ് ഈ ആധിപത്യം, ഈ സ്വച്ഛാധിപത്യം, ഈ ഏകാധിപത്യം, ഈ പറയുന്ന അധിനിവേശം കാണിക്കുന്നത്. അല്ലാതെ ഇറാന് അല്ലെങ്കിൽ പലസ്തീൻ അവരെന്ത് ചെയ്തു? അവര് എന്നുള്ളതല്ല, അവര് ആൺകുട്ടികളെ പോലെ എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങൾ പറയും. കാരണം മറ്റു ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ പാവയാണ്. അമേരിക്കക്കറിയാം അവരുടെ താവളം ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്, ഒമാൻ അല്ലാത്ത എല്ലാ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധത്തിലും അതുപോലെ താവളം പങ്കിടുന്നതിലും സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിലും അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് കോംപ്രമൈസ് ആണ്, ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അവർക്കെന്താ? സുഖിച്ച് രമിച്ച് കളിച്ച് ജീവിക്കണം. അതാണ് ഇസ്ലാമിലെ നല്ലൊരു വിഭാഗം രാജ്യങ്ങളുടെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ അതാണ്. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ ആകുമോ? ആകുമെന്ന് 14 മുമ്പ് സയ്യിദുൽ വജൂദ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനത്തിൽ ഉള്ളതാണ്. ഏത് സാഹചര്യത്തിലാ പ്രിയമുള്ള സഹോദരന്മാരെ കൊടും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്? ഏത് സാഹചര്യത്തിലാണ്? ഏത് സാഹചര്യത്തിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനത്തിൽ കാണാം, വഇന്ന ഖബല ഖുറൂജി ദജ്ജാൽ, ഇമാം മഹ്ദി വരും, ദജ്ജാൽ വരും, ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, ദാബത്തുൽ അർദ് എന്ന മൃഗം വരും, യജൂജ് മൗജൂജ് എന്ന് പറയുന്ന വർഗ്ഗക്കാര് വരും. ഇവരൊക്കെ ആരാണ്? നമ്മൾ ചിന്തിച്ചു നോക്കുകയാണ്, ഈ പറയുന്ന അമേരിക്കയും യൂറോപ്പ് കൺട്രീസ് ഈ പാശ്ചാത്യരാണോ ഈ വിഭാഗം എന്നുള്ളതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഈ പറയുന്ന യജൂജ് മൗജൂജ് പറഞ്ഞ വർഗ്ഗക്കാരാരാണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഖബല ഖുറൂജി ദജ്ജാൽ, ദജ്ജാൽ വരുന്നതിന്റെ മുമ്പ്
സലാസു സനവാത് 3 കൊല്ലം ദജ്ജാല് വരുന്നതിന്റെ 3 കൊല്ലം ആ ദജ്ജാല് വരുന്നതിന്റെ മുമ്പ് 3 കൊല്ലം സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ എന്തെന്നറിയുമോ? സലാസു സനവാത്തിൻ ശിദാദ് കടുത്ത പ്രയാസത്തിന്റെ ദാരിദ്ര്യത്തിന്റെ വറത്തിന്റെ ക്ഷാമത്തിന്റെ കാലഘട്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അന്ന് മഴ വർഷിക്കൂല. മഴ ഭൂമിയിൽ കിട്ടുന്നതിന്റെ എത്ര ശതമാനാ കിട്ടുക? ഹബീബായ നബി തങ്ങൾ കൃത്യമായി പറഞ്ഞു, യുസീബുന്നാസു ഫിഹാ ജുയൂഉൻ ശദീദ്. അന്ന് ജനങ്ങൾ അതിശക്തമായ പ്രയാസത്തിലായിരിക്കും. വിശപ്പ്, കാഠിന്യം, പട്ടിണി അവരെ പിടികൂടുന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്ന് കഠിനമായ വിശപ്പ് ആളുകൾക്ക് പിടികൂടുന്നതാണ്. ഒന്നാം കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തോട് പറയുന്നത്, ആ വർഷത്തിലെ 1-ാം വർഷത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്തെന്നറിയുമോ? അന്നത്തെ മഴയുണ്ടല്ലോ, അതിലെ 1/3 അല്ലാഹു പിടിച്ചു വെക്കും. 1/3 അല്ലാഹു തരുള്ളൂ. ആദ്യത്തെ വർഷം അല്ലാഹു തരുന്നത് 1/1. ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കുമ്പോ ഭൂമി ആ കാലഘട്ടത്തിൽ അതിന്റെ 1/3 മാത്രമേ സസ്യങ്ങളെ മുളപ്പിക്കുകയുള്ളൂ. പിന്നെ ദജ്ജാല് വരുന്നതിന്റെ 2 വർഷം മുമ്പുണ്ടല്ലോ, അല്ലാഹു തആല ആകാശത്തോട് കൽപ്പിക്കുന്ന എന്തെന്നറിയുമോ? മഴയുടെ 2/3 ഭാഗം അല്ലാഹു തആല പിടിച്ചു വെക്കാൻ പറയുന്നതാണ്. അല്ലാഹു തആല ആകാശത്തോട് പറയാ, 2/3 ഭാഗം മതിട്ടോ ഈ കൊല്ലം. ഭൂമിയോട് അല്ലാഹു തആല പറയുന്നത് എന്താ? ഭൂമിയെ, നിന്റെ 2/3 ഭാഗം മതി നിന്റെ സമ്പത്ത്, നിന്റെ സസ്യലതാദികൾ, നീ മുളപ്പിക്കുന്നതായ ഫലപുഷ്ടങ്ങളായ ആ സസ്യങ്ങളും മരങ്ങളും അതിന്റെ മുളക്കൽ, അത് 2/3 ഭാഗം മതി എന്ന് അല്ലാഹു തആല ഭൂമിയോട് പറയുന്നൊരവസ്ഥ ആലോചിച്ചു നോക്ക്. ദജ്ജാല് വരുന്നതിന്റെ 3-ാമത്തെ കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തോട് പറയുന്നത് എന്തെന്നറിയുമോ? ആകാശത്തോട് കൽപ്പിക്കുന്ന എന്തെന്നറിയുമോ? ഫതഹബിസ മതറുഹാ കുല്ലു. മഴ മുഴുവൻ അല്ലാഹു തആല പിടിച്ചു വെക്കും. ഇന്ന് നമുക്ക് മഴയുണ്ട്. ഇന്നത്തെ മഴന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കൊരു തൃപ്തി കിട്ടുന്നുണ്ടോ? ചിലപ്പോ നന്നായിട്ട് മഴ പെയ്യാണ്, കടുത്ത കാറ്റും ഇടിയും, നല്ല മഴ അങ്ങനെ ചൊരിയ. ഭൂമിയിൽ അതിനോണ്ടൊരു ഫലം കിട്ടുന്നില്ല. ആ മഴയുടെ നിൽക്കുമ്പോ ഒരാഴ്ച മഴ കിട്ടി പെട്ടെന്ന് മഴയുടെ നിൽക്കുക. അല്ലെ, ചിലയിടത്ത് മഴയുണ്ട്, ചിലയിടത്ത് മഴ. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ചുള്ള രീതിയിലൊന്നുള്ള മഴയല്ല, ഒക്കെ മാറ്റം വന്നു. ആളുകൾ തന്നെ പറയാൻ തുടങ്ങി. ഇപ്പൊ കർക്കിടകം ഉണ്ട് അല്ലെ, മലയാള മാസത്തിൽ എന്തുണ്ട്? കർക്കിടകമുണ്ട്. പക്ഷെ ആ കർക്കിടക മാസം അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നില്ല. പണ്ട് കർക്കിടക മാസത്തില് നമ്മള് തിന്നാൻ വേണ്ടിയിട്ട് ചക്കക്കുരൊക്കെ റെഡിയാക്കി വെക്കും. എന്നിട്ട് അത് എന്താക്കും? പിന്നെ വേവിച്ച് തിന്നാറുണ്ട്, അത് ചുട്ട് തിന്നാറുണ്ട്, പലതും ഉണ്ടാവാറുണ്ട്. പല സാധനങ്ങളും, ഭക്ഷ്യസാധനങ്ങളൊക്കെ ഒരുക്കി വെക്കും. പക്ഷെ ഇപ്പൊ കർക്കിടത്തെ ആ തൊരാത്ത മഴ, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും കാണാനല്ല. അങ്ങനെ പിന്നെ ചിങ്ങമാസത്തില് ചിങ്ങി പെയ്യുന്ന മഴ, ചിലപ്പോ ഫുള്ള് വെയിലായിരിക്കും. അങ്ങനെ എല്ലാത്തിനും ഒരു മാറ്റം. ഭൂമിയിലെ എല്ലാ സംഗതി ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ, തർത്തീബ് മാറ്റങ്ങളുടെ കേളി രംഗം ലോകത്ത് സമാഗതമായിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ഫൻതദിരി സാഅ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത്. എല്ലാം ക്രമവിരുദ്ധം, തലകുത്തനെ, എല്ലാം തലകുത്തനായിട്ടില്ലേ? നമ്മൾ പണ്ട് അമ്മിക്കുട്ടി എടുത്തിട്ട് ഇങ്ങനെ അരക്കലായിരുന്നു ഭക്ഷ്യസാധനങ്ങൾ. ഇന്നിപ്പോ അതെന്തായി? അതിന് മില്ലില് പോയാൽ പൊടിച്ചു കിട്ടും. ഇനി അത് വേണ്ട, മിക്സി ഉണ്ട്. കുറഞ്ഞ നേരം കൊണ്ട് ഒരു സ്വിച്ച് ഇട്ടാൽ
പിന്നെ ഒരലിലിട്ടിട്ട് ഒലക്കെടുത്തിട്ട് ഇങ്ങനെ കുത്തിയാട്ട് നെല്ലും മറ്റോ അരിയൊക്കെ പൊടിച്ചൊരു സാഹചര്യം. അതൊക്കെ മാറിയില്ലേ? അതൊക്കെ മാറി. നമ്മള് മുമ്പ് മലമൂത്ര വിസർജനത്തിന് വെളിയിലേക്ക് പോകലായിരുന്നു. അവിടെ നിന്ന് കാര്യം നിർവഹിച്ച് ഖളാഉൽ ഹാജത്ത് നിർവഹിച്ചു പോരും. വീട്ടിന്റെ കുറെ അകലെ നമ്മളെ തൊടൂല് എവിടെങ്കിലും ഒക്കെ ഉണ്ടാവുക. നേരെ വിപരീതം വന്ന ഒരു വീട് വെക്കാൻ 4ഉം 5ഉം ബാത്റൂമാണ്. ഒരു വീട്ടില് പ്രയർ ഹാളോ അല്ലെ മറ്റോ ഒന്നല്ല ആളുകൾ നോക്കണ. ഒരു വീട്ടില് എല്ലാ മുറിയുണ്ടോ, റൂമുണ്ടോ, എല്ലാ റൂമിലും ബാത്റൂം. എല്ലാം ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തർത്തീബ് മാറ്റങ്ങളുടെ കേളീരംഗം സമാഗതമായാൽ അല്ലാഹുവിന്റെ റസൂല് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞത്, നിങ്ങൾക്ക് ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഭവിച്ചാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിനെ കാത്തിരുന്നോ എന്നാണ്. അപ്പോ 3-ാമത്തെ കൊല്ലം അല്ലാഹു തആല ആകാശത്തോട് പറയുന്നത് ഈ കൊല്ലം, അതായത് ഈ 3-ാമത്തെ കൊല്ലം മുഴുവൻ മഴയും ബ്ലോക്ക് ആക്കണം. മഴ പെയ്യരുത്. ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മൾ ഈ മഴനോട് ഒരു ഫലം കിട്ടുന്നില്ലല്ലോ. മഴ എങ്ങനെ പെയ്യുന്നുണ്ട്, പെട്ടെന്ന് നല്ല വെയിലും ചൂടും ഒക്കെ വന്നിട്ട് ആ മഴ പെയ്തതുപോലെ തന്നെ തോന്നൂല. ചില സ്ഥലത്ത് നമ്മളൊക്കെ പറയും കമ്പ്യൂട്ടർ മഴയാണ്, കൃത്രിമായിട്ട് ചില ഭാഗത്ത് മാത്രം, ചിലയിടത്തില്ല. അപ്പൊ ഈ കാഴ്ച നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, ഈ ഒരു വ്യതിയാനം, ലോകത്ത് ആഗോള താപനം, അതൊക്കെ ഇപ്പം ചർച്ചയാണ്. ആഗോള താപനം ചർച്ചയാണ്. പിന്നെ സൂര്യപ്രകാശം ഒരു മറയില്ലാതെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾക്ക് സുഷിരങ്ങൾ വന്ന് സൂര്യപ്രകാശം മറയില്ലാതെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ക്യാൻസർ, വലിയ വലിയ ട്യൂമർ അല്ലെ, ബ്രെയിൻ ട്യൂമർ, ഇതൊക്കെ പെരുകുകയാണ്. സാംക്രമിക രോഗങ്ങൾ പെരുകുകയാണ്. ഇന്നത്തെ ചൂട് കടി മഴ സ്റ്റോപ്പ് ആകുമ്പോ പെട്ടെന്ന് അടിക്കുന്ന ചൂടിന്റെ ഒക്കെ ഒരു കാഠിന്യം അല്ലേ, അതൊക്കെ നമ്മളെ 10 വർഷം അല്ലെ 20 വർഷമൊക്കെ മുമ്പ് നമ്മൾ ആ പഴയ കാലത്തെ ഓർമ്മിക്കുമ്പോ എത്രയോ കാലം ഈ കാലാവസ്ഥക്ക് ചേഞ്ച് വന്നു. മനുഷ്യന്റെ ജീവിതത്തിന് ചേഞ്ച് വരുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ, അത് അല്ലാഹു തആല വരുത്തുന്നതാണ് ഈ മാറ്റങ്ങൾ. അപ്പോ മഴ മുഴുവൻ അതിന്റെ മുഴുവനായിട്ട് സ്റ്റോപ്പാക്കിയ വെള്ളമില്ലാഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമിയുടെ ഒരു ഇണയാണ് സൗജുൽ, മത്തർ എന്ന് പറയുന്ന ഭൂമിയുടെ ഒരു ഇണയാണെന്ന്. സൗജുൽ അർള്, അൽ മത്തറു സൗജുൽ അർള്. അങ്ങനെയുള്ള ഈ മഴ അതങ്ങോട്ട് നിന്നാൽ, വെള്ളം എന്ന് പറയുന്ന ഈ ജലസ്രോതസ് നിന്ന് പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ അല്ലാഹു തആല ദജ്ജാൽ വരുന്നതിന്റെ 3 വർഷം മുമ്പ്, അഥവാ 3-ാമത്തെ വർഷം, അല്ലാഹു ആകാശത്തോട് പറയുന്നത് മുഴുവൻ മഴയും പിടിച്ചു വെക്കാനാണ്. ഒരു തുള്ളി പോലും ഭൂമിയിൽ ലഭിക്കാതെ മഴ പിടിച്ചു വെക്കാൻ അല്ലാഹു പറയുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വയഅ്മുറുൽ അർള, അല്ലാഹു ഭൂമിയോട് കൽപ്പിക്കുന്നത് എന്താണ്? ഫതഹ്ബിസ നബാതുഹാ കുല്ലാ, ഓ ഭൂമിയെ, നിന്റെ സസ്യലതാദികളുണ്ടല്ലോ അതിനെ മുളപ്പിക്കണ്ട. വെള്ളം ആകാശത്ത് മഴ പെയ്താലല്ലേ ഈ സസ്യങ്ങൾ മുളക്കുള്ളൂ. ആ സസ്യങ്ങൾ മുളക്കാതെ എന്ത് കുഴിച്ചിട്ടാലും ഏത് കൃഷി ചെയ്താലും അതങ്ങ് ഉണങ്ങി വാടി പോകുന്നു. പണ്ടത്തെ പോലെ നെൽകൃഷി ഉണ്ടാകുന്നില്ല, പണ്ടത്തെ പോലെ പയർ കൃഷി ഉണ്ടാകുന്നില്ല. അതിന് വളമിടുന്നു, ഇംഗ്ലീഷ് വളമിടുന്നു, മാരകമായ വിഷാംശം കലർന്ന വളമിടുന്നു. ഇതൊക്കെയാണ് നമ്മളെ വയറ്റിലേക്ക് എത്തുന്നത്. എന്നിട്ട് അത് തേത്ത് വളർന്നു വന്നാൽ അത് വിഷാംശമാണ്, നല്ല നാച്ചുറൽ കിട്ടണില്ല. ഉണ്ടോ? എല്ലാത്തിലും മായം വന്നു. പിന്നെ തെങ്ങിനൊക്കെ മണ്ടരി, നമ്മൾ പേരിട്ടതാണ് മണ്ടരി രോഗം. പണ്ടത്തെ പോലെ ഒരു നല്ലൊരു തേങ്ങ കിട്ടുന്നുണ്ടോ? ഇതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ, മഴ അല്ലാഹു സ്റ്റോപ്പ് ചെയ്തിട്ട് ഫലാ തഖ്തുറു ഖത്റാ, ഒരു തുള്ളി പോലും മഴത്തുള്ളി കാണൂല മക്കളെ. ഇന്ന് മഴ ഇങ്ങനെ കാണുമ്പോ
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പലപ്പോഴും നമ്മൾ മഴ നന്നായി ഒരു ഹലാക്കിന്റെ മഴ എന്ന് പറയുന്നത് മഴയെ ശപിക്കും. നല്ലോണം മഴ ചെയ്യുമ്പോൾ നമ്മളെ സ്വഭാവം അതാണ്, മഴയെ ശപിക്കുക. പാടില്ല. അള്ളാഹുവിന്റെ നിഅമത്താണ് അത്, അള്ളാഹുവിന്റെ നിഅമത്താണ്. അള്ളാഹു ഭൂമിയോട് പറയും ഒരു സസ്യം മുളക്കേണ്ടതില്ല, എല്ലാം അള്ളാഹു സ്റ്റോപ്പ് ചെയ്തു പോകും. ഫലാ തുംബിതു ഖദറാ, ഒന്നും ഒരു പച്ചപ്പും ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരു പച്ചയുള്ള സാധനം കാണൂല. മുളച്ചാലല്ലേ അത് പച്ച പിടിച്ചിങ്ങനെ നിൽക്കണ കാണുള്ളൂ. നമ്മൾ കാണുന്ന മത്തനും പയറും ചേമ്പും കുമ്പളവും അതുപോലെയുള്ള എന്തെല്ലാം പച്ചക്കറികളുണ്ടോ. ഇന്നിപ്പോ പച്ചക്കറിക്കൊന്നും രുചിയില്ല, മീനിന് രുചിയില്ല, പച്ചക്കറിക്ക് രുചിയില്ല. ഏത് വലിയ ഹൈലൈറ്റ്, ഏത് വലിയ നല്ല ഭക്ഷണം കിട്ടിയാലും ആർക്കും വേണ്ട, ഒരു രുചിയില്ല. അതൊക്കെ റസൂലുള്ള പറഞ്ഞതിന്റെ സാമ്പിളാണ്. ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ സാമ്പിളിൽ പെട്ടതാണ്. എല്ലാ രുചി നഷ്ടം. ഫലാ തബ്ഖീ ദാത്തുൽ അൽഫിൻ ഇല്ലാ ഹലകത്ത്, ഒരു സാധനം ഇവിടെ അല്ലാഹു തആല മുളപ്പിക്കുകയില്ല, ബാക്കിയാക്കുകയില്ല. ഇല്ല ഹലക്കത്തതും, അത് നശിച്ചു പോകാതെ. ഏത് ചെടിയായാലും കൃഷിയായാലും അതിന്റെ ഇലകളായാലും അതിന്റെ ശാഖകളായാലും അതിന്റെ കൊമ്പുകളായാലും അതെല്ലാം ഹലക്കത്ത്, അത് നശിക്കാതെ അള്ളാഹു ബാക്കിയാക്കൂല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു തആല ഉദ്ദേശിച്ചതൊഴികെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ ചോദിച്ചു, നബിയേ ആ കാലത്ത് പിന്നെ എങ്ങനെയാ ആളുകൾ ജീവിക്കുക? സസ്യമില്ല, മുളക്കുന്ന പച്ച പിടിച്ച ഒരു ഭക്ഷ്യവസ്തുക്കൾക്ക് ജനങ്ങൾക്ക് ക്ഷാമം നേരിടുമ്പോ, വെള്ളം കിട്ടാതെ വന്നാൽ നബിയേ ആ കാലത്ത് എങ്ങനെയാ മനുഷ്യൻ ജീവിക്കുക? ഹബീബായ തങ്ങൾ പറഞ്ഞു, വത്തഹ്ലീലു വത്തക്ബീറു വത്തസ്ബീഹു വത്തഹ്മീദു, അന്ന് ധാരാളം തസ്ബീഹ് ചൊല്ലണം, ഹംദ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹിന്റെ പരീക്ഷണം ഇറങ്ങുമ്പോ മരുന്നെന്താണ് അള്ളാഹു പറഞ്ഞു തരിക, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരിക. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ലഭിക്കാൻ, നിങ്ങൾക്ക് അന്നൊരു ആശ്വാസം കിട്ടാനുള്ള മാർഗം എന്തേ ഉള്ളൂ? തഹ്ലീൽ ചെല്ലുക, തക്ബീർ ചെല്ലുക, തസ്ബീഹ് ചെല്ലുക, തഹ്മീദ് ചെല്ലുക. എന്നാൽ അങ്ങനെ ആയാൽ ഭക്ഷണത്തിന്റെ പരിഹാരം അല്ലാഹു കാണിച്ചു തരും. ഈ തസ്ബീഹും തഹ്ലീലും എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്നിപ്പോ എല്ലാരും തസ്ബീഹ് മൊബൈലിലല്ലേ. അള്ളാഹുവിന്റെ പരീക്ഷണം ഒരു ഭാഗത്ത് മഴയില്ലാതെ വരുമ്പോ, ഭക്ഷ്യസാധനങ്ങളൊക്കെ ഇല്ലാതാവുമ്പോ, പ്രയാസം ക്ഷാമവും ഒക്കെ നേരിടുമ്പോ അതിന് പരിഹാരമാർഗം അള്ളാഹു പറഞ്ഞെന്താ? തഹ്ലീലും തസ്ബീഹും തഖ്ദീസും തഹ്മീദും തംജീദും ഒക്കെയാണ്. പക്ഷെ അതിന് ഇന്നത്തെ സമൂഹത്തിന് നേരെ ഉണ്ടാവുക? 1.5 വയസ്സുള്ള കുട്ടി മുതൽ വയസ്സ് 80 മുത്തച്ഛനും മുത്തച്ഛിയും വരെ ഐഫോണുകളിലും ഐപാഡുകളിലും സോഷ്യൽ മീഡിയകളിൽ സമയം ചെലവാക്കുന്ന, അതിൽ നിന്ന് വൃത്തികേടുകൾ കാണുന്ന കാലഘട്ടമല്ലേ. ഒരു കുറഞ്ഞ സമയം കിട്ടിയാൽ മതി. പിന്നെ എവിടെ തസ്ബീഹ് മാല പിടിക്കാൻ നേരം? എവിടെ ഹംദും സലാത്തും തഹ്ലീലും തൻജീദും അള്ളാഹുവിന്റെ ദിക്റും ഫിക്റും ഉണ്ടാവാൻ സമയം എവിടെ? അവിടെയാണ് അല്ലാഹു തആല ഓർക്കാത്ത ഒരു കാലം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലാ തഖൂമു സാഅതു ഹത്താ യഖൂല അല്ലാഹ്, അല്ലാഹ് എന്ന് പറയാൻ ആളില്ലാത്ത കാലത്താ ഖിയാമത്ത് നാൾ. അല്ലാഹ് 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 അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനത്തെ വർത്താനം പറയാനൊന്നും ആളുണ്ടാവില്ല. എവിടെ നേരണ്ടോ? ആർക്കും നേരണ്ടോ? അപൂർവം ഒറ്റപ്പെട്ട ചില കാരണന്മാരും കാരണവത്തികളും ഒക്കെ തസ്ബീഹ് മാല പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. വേറെ നമുക്കാർക്കും നേരമുണ്ട്? നമുക്കൊക്കെ ചിന്ത എന്താ? അതിലെന്താ മെസ്സേജ് വന്നത്? ഇതിലെന്താ വാർത്ത വന്നത്? അവിടെ എന്താ നടക്കുന്നത്? ഇങ്ങനെയുള്ള തലകീപ്പെട്ടാക്കി ഇങ്ങനെ തോണ്ടി കൊടുക്കുന്ന പണിയല്ലാതെ വേറെന്താ ഉള്ളത്?